Hi kiddies! Jingle bells, jingle bells. ബബി വേണ്ട പാട്ട് നിർത്തി. നമുക്ക് നമ്മുടെ കുക്കിങ്ങിലോട്ട് തന്നെ തിരിച്ചു വരാം. സോ ഈ ക്രിസ്മസ് സീസണിൽ എല്ലാവർക്കും സ്പെഷ്യലായി ചെയ്യാൻ പറ്റുന്ന ഒരു റോസ്റ്റഡ് ചിക്കൻ വിത്ത് വെജിറ്റബിൾസ് ആണ് ഞാൻ ചെയ്യുന്നത്. സോ വെൽക്കം ടു നമ്മുടെ സ്വന്തം ബെഞ്ച് അഡ്വെഞ്ചേഴ്സ് ആൻഡ് ദിസ് ഇസ് ബബി. ലെറ്റ്സ് സ്റ്റാർട്ട് കുക്കിംഗ്. നമ്മുടെ റോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു 1.25 കിലോന്റെ ഒരു സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി നമുക്കിതൊന്ന് ടിഷ്യൂ വെച്ചൊന്ന് ഡാബ് ചെയ്തെടുക്കാം. നമ്മളിവിടെ 2 മാരിനേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരെണ്ണം നമ്മൾ ഓലീവ് ഓയിലിലും ഒരെണ്ണം ബട്ടർ ബേസിലുമാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യം ബട്ടർ ബേസിലുള്ള മാരിനേഷൻ കാണിച്ചു തരാം. നമ്മുടെ ബട്ടർ മാരിനേഷന് വേണ്ടി ഞാൻ കുറച്ച് ഹെർബ്സ് ആയ റോസ്മേരിയും കുറച്ച് തൈമും പിന്നെ ഒരു സ്റ്റിക്ക് സെലറിയുമാണ് എടുത്തിരിക്കുന്നത്. നമുക്കത് ചോപ്പ് ചെയ്യാം. ബട്ടർ മാരിനേഷന് വേണ്ടി 150 ഗ്രാം ബട്ടർ റൂം ടെമ്പറേച്ചറിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച എല്ലാ ഹെർബ്സും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്ത മാരിനേഷന് വേണ്ടി നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു 3 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഒറിഗാനോ 1 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ഒരു വലിയ ലൈമിന്റെ സെസ്റ്റ്, ഉപ്പ് 2 ടീസ്പൂൺ, ആ വലിയ ലൈമിന്റെ ഫുൾ ലൈം ജ്യൂസ്, രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ. അതൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പൊ നമുക്കിനി മാരിനേഷൻ ചെയ്യാം. ഒരു ലെയർ നമ്മൾ സ്കിന്നിന്റെ പുറത്തും ഒരു ലെയർ നമ്മൾ സ്കിന്നിന്റെ ഉള്ളിലുമാണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ബട്ടർ മാരിനേഷന് വേണ്ടി സ്കിൻ ഒന്ന് വിടിയിച്ചു കൊടുക്കാം. സ്കിൻ മാത്രം എടുത്ത് നമ്മുടെ ബട്ടർ മാരിനേഷൻ ഈ സ്കിന്നിന്റെ ഉള്ളിലോട്ടാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്യുന്നത് ചിക്കൻ ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ രണ്ടാമത്തെ സ്പൈസി മാരിനേഷൻ ഇതിന്റെ മുകളിലൊന്ന് നന്നായി പരട്ടി കൊടുക്കാം. നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ബേക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ ബേക്ക് ചെയ്ത് കഴിക്കാവുന്നതാണ്. പക്ഷേ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ഡിഷ് ആയതുകൊണ്ട് നമുക്കിതിനൊരു സ്റ്റഫിങ് കൂടി ഉണ്ടാക്കാം. സ്റ്റഫിങ്ങിന് വേണ്ടി ഒരു 200 ഗ്രാം ചിക്കൻ സോസേജ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു സബോള നമുക്കൊന്ന് ചെറുതാക്കി അരിയാം. നമുക്കൊരു തക്കാളി ചെറുതാക്കി അരിയാം. ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ എടുത്ത് നമ്മുടെ സ്റ്റഫിങ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്കൊരു 1/2 സ്പൂൺ ഉപ്പ് ഇടാം, 1/2 സ്പൂൺ കുരുമുളകും ഒരു 1/2 സ്പൂൺ പഞ്ചസാരയും ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. സോസേജ് ഇതുപോലെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു 15 മിനിറ്റ് ചൂടാറാൻ വേണ്ടി വെക്കും. നമ്മുടെ സ്റ്റഫിങ് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. 1/2 കിലോ ബേബി പൊട്ടാറ്റോ നന്നായി കഴുകി വൃത്തിയാക്കി നടുമുറിച്ചത്, ക്യാരറ്റ് 2 എണ്ണം വലുത്, 6 ബേബിക്കോൺ പകുതി കട്ട് ചെയ്തത്, ഒരു ബ്രോക്കലി, ലീക്സിന്റെ തണ്ട്, കുറച്ച് ചെറി ടൊമാറ്റോ, കുറച്ച് ബട്ടൺ മഷ്റൂംസ്, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ.
1 സ്പൂൺ ഒറിഗാനോ, 1/2 സ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1/2 ലൈമിൻ്റെ ജ്യൂസ്, കുറച്ച് ഒലീവ് ഓയിൽ. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനിലോട്ട് ഉണ്ടാക്കി വെച്ച സോസേജ് സ്റ്റഫ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഹെർബ്സായ തൈമും ഒരു സ്റ്റെമ്മ്, റോസ്മേരിയും ഒരു സ്റ്റെമ്മ് വെക്കാം. ഇതിൻ്റെ കൂടെ 1/2 കട്ട് ചെയ്ത ഗാർലിക്, ഒരു സവോള, കൂടെ ഒരു ലൈമും. സ്റ്റഫിങ് റെഡിയായി. കോഴിയുടെ ബ്രസ്റ്റ് താഴത്തോട്ട് വെച്ചിട്ട് നമുക്കിതൊന്ന് ടക്ക് ചെയ്തെടുക്കാം. നൂല് വിങ്സിൻ്റെ താഴത്തെ കൂടെ എടുത്ത് ഇതൊന്ന് ടൈറ്റാക്കി കെട്ടാം. ഇതുപോലെ സിഗ്സാഗ് പോലെ ഒന്ന് ഈ ഒരു കാലിൽ ചുറ്റാം. അതേപോലെ ഈ കാലിൽ ചുറ്റാം. തിരിച്ചു വന്ന് നമുക്കിവിടെ ടൈ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കനും വെജിറ്റബിൾസും എല്ലാം ഒരു ബേക്കിംഗ് ട്രേയിലോട്ട് അറേഞ്ച് ചെയ്തെടുക്കാം. നമുക്കൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് അലുമിനിയം ഫോയിൽ വെച്ചൊന്ന് ലൈൻ ചെയ്യാം. ഇതിലോട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ബ്രസ്റ്റ് മുകളിലായിട്ട് വെക്കാം. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഒന്ന് സൈഡിൽ ഇട്ട് കൊടുക്കാം. പത്ത് മിനിറ്റ് 350 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലോട്ട് നമുക്കിതിനി ബേക്ക് ചെയ്യാൻ വെക്കാം. ആദ്യത്തെ 10 മിനിറ്റ് നമുക്ക് 350 ഡിഗ്രിയിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ചൂടൊന്ന് കുറച്ച് 250 ഡിഗ്രിയിൽ ഒരു 1.5 മണിക്കൂർ ബേക്ക് ചെയ്യാം. ഓരോ അരമണിക്കൂർ കഴിയുമ്പോഴും നമുക്ക് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എൻ്റെ ഗ്യാസ് ഓവനാണ്. നിങ്ങൾ ഇലക്ട്രിക് ഓവനാണ് യൂസ് ചെയ്യണമെങ്കിൽ ചിക്കൻ കൂടുതൽ ഫാസ്റ്റായിട്ട് കുക്കാവും. അതുകൊണ്ടൊരു 45 മുതൽ 1.25 മണിക്കൂറിൻ്റെ ഉള്ളിൽ ചിക്കൻ റെഡിയാവും. എന്താ നമ്മുടെ ജ്യൂസി ആയ ചിക്കൻ തൊടുമ്പോഴേക്കും വിട്ട് വരുന്നത്? ഈ വർഷത്തെ നിങ്ങളുടെ ക്രിസ്മസ് സ്പെഷ്യൽ ഡിഷായി റോസ്റ്റഡ് ചിക്കൻ തന്നെ ആയിക്കോട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ വീണ്ടും കാണാം ബിഞ്ച് അഡ്വഞ്ചേഴ്സ്.